ഒറ്റപ്പാലം ലക്കിടിയിൽ പശുമോഷണം പതിവാകുന്നു. 2 മാസത്തിനിടെ 2 പശുക്കളാണ് മോഷണം പോയത്. പരാതി നൽകിയിട്ടും പോലീസ് കൃത്യമായി ഇടപെടുന്നില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട്. കന്നുകാലി മോഷണത്തിൽ അയവ് വന്ന ലക്കിടിയിൽ വീണ്ടും മോഷണം പതിവായി. 2 മാസത്തിനിടെ 2 പശുക്കളാണ് മോഷണം പോയത്. തിങ്കളാഴ്ച പുലർച്ചെ ലക്കിടി ചേർങ്ങോട്ട് കോളേരി ജയദേവന്റെ തൊഴുത്തിൽ നിന്നും 7 മാസം ഗർഭിണിയായ പശുവിനെ മോഷ്ടാവ് കൊണ്ടുപോയി. 3 വയസ്സോളം പ്രായമായ HF ക്രോസ് ഇനത്തിൽപ്പെട്ട പശുവാണ് മോഷണം പോയത്. ഇതിനു മുൻപും ജയദേവന്റെ പശു മോഷണം പോവുകയും അടുത്ത ദിവസം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് ജയദേവൻ പറഞ്ഞു. ഞാൻ ഈ മേഖലയിൽ വന്നിട്ട് 10 വർഷത്തോളമായി. 10 വർഷമായിട്ട് പശു വളർത്തല്, പോത്ത് വളർത്തല്, ഇങ്ങനെ ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ട് 1 മാസമാവണം. ഈ 5-ാം തീയതി വന്നാൽ കറക്റ്റ് 1 മാസമാവും. പോലീസിൽ പരാതിപ്പെട്ടു. അവർ വന്നു, ഇതൊക്കെ നടത്തി FIR കെട്ടു. പക്ഷെ കള്ളനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ പരിസരത്തും തന്നെ അതേമാതിരി പശുക്കളെയും ഇപ്പോൾ ഈ പോളിഗാർഡിൽ നിന്ന് ഞങ്ങളുടെ ബാക്കിലാണ് അവർ ആട് വളർത്തലെ നിർത്തിയെന്നാണ് പറയുന്നത്. ഇങ്ങനെ മോഷണം പോയതിൻ്റെ ശേഷം അവരൊരു പശു ഇതേമാതിരി പോകാണ്ടായിട്ടുണ്ട്. അതുമാതിരി ഞങ്ങളുടെ ഫ്രണ്ടിലത്തെ വീട്ടിൽ നിന്ന് ആടയച്ച് പോയിട്ട് എന്തോ ഭാഗ്യം കൊണ്ട് തിരിച്ചു കിട്ടി. കുറച്ച് അപ്പുറത്ത് മാറി 2 പോത്തുകളെ ഒരു വീട്ടിൽ നിന്ന് അയച്ചുകൊണ്ട് അതൊരു 1.5 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അതും നഷ്ടപ്പെട്ടു. അതും അന്വേഷണം അവിടെ എത്തിയില്ല. മെയ് 5-ന് മേലെ കോളേജിൽ രാജന്റെ വീട്ടുതൊഴുത്തിൽ നിന്നും 3 വയസ്സായ പശുവിനെ മോഷ്ടിച്ചു കൊണ്ടുപോയിരുന്നു. HF ഇനത്തിൽപ്പെട്ട പശുവിനെ കെട്ടിയ കയർ മുറിച്ചാണ് കൊണ്ടുപോയിരുന്നത്. പോലീസ് പരാതി കൊടുത്തു. അവർ ഒന്ന് നോക്കുകയും ചെയ്തു. 2-3 കൊല്ലം മുമ്പേ ഒരു പശുവിൻ്റെ ഇതുപോലെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞോടെ പിടിക്കുകയും ചെയ്തു. ലക്കിടിയിലെ ഭിന്നശേഷിക്കാരുടെ പുനരധിവാസ കേന്ദ്രമായ പോളിഗാർഡിൽ നിന്നും ആടുകളും മോഷണം പോയിരുന്നു. 1 വർഷം മുമ്പ് ദേവസ്വംകുന്ന് കുഞ്ഞിരാമന്റെ വീട്ടിൽ നിന്നും രാത്രി 1 മണിക്ക് അഴിച്ചുകൊണ്ടു പോകുന്നതിനിടെ വീട്ടുകാർ ഉണർന്നതിനാൽ മോഷ്ടാവ് ആടുകളെ ഉപേക്ഷിച്ചു പോയ സ്ഥിതിയും ഉണ്ടായിരുന്നു. രാത്രി 1 മണിയായി ഉണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു നിഴൽ കണ്ടു എന്നെ അടിച്ചപ്പോൾ ആൾ ഓടിയെന്നെല്ലാം ഇവിടെ എത്തിയപ്പോൾ പിന്നെ ഞാൻ റോഡ് വളക്കടിച്ചിട്ട് കയറിയപ്പോൾ ആട് 2 കയറ്, വലിയ കയറാണ്. അപ്പോൾ വേറൊരു കുട്ടിയുണ്ട്, അത് കരഞ്ഞപ്പോഴാണ് എനിക്ക് സംശയം തോന്നിയത്. അപ്പോൾ വേഗം ഓടിയിട്ട് ടോർച്ചെടുത്തിട്ട് ഒറ്റ ഓട്ടാതിയായിട്ട് ഓടിയപ്പോൾ ആടുകളുണ്ട് ഇങ്ങോട്ട് കയറും. ഈ മൂലയിൽ വെച്ചിട്ടാണ് അടുത്ത് പാഞ്ഞതാണ്. ആളെ പിടിക്കാൻ പറ്റി. ഈ അടുത്ത് ഇവിടെയൊക്കെ കുറേ സ്ഥലത്തുണ്ടോ? ഉണ്ട്, ചില സ്ഥലത്തൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതാണ്ട് ഇവിടെ തൊട്ടായാലൊക്കെ കൊണ്ടുപോയത്. ഇന്നലെ അവിടെ കണ്ടോ, അത് കൊണ്ടുപോയി. ലക്കിടിയിലെ വിവിധ പ്രദേശങ്ങളിൽ കന്നുകാലി മോഷണം പതിവായിരിക്കുകയാണെന്നും ഇതിനെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ലക്കിടി ക്ഷീരസംഘം മുൻ പ്രസിഡന്റ് K രമേശ് പറഞ്ഞു. ഈ ലക്കിടി പ്രദേശത്ത് ഇത് പതിവായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ചായിട്ട് 2 പോത്തുകൾ, ഇതേപോലെ തന്നെ ആടുകൾ, ഇങ്ങനെ വിവിധ തരത്തിലുള്ള മൃഗങ്ങളെ ആളുകൾക്ക് വളർത്താൻ പറ്റാത്തൊരവസ്ഥയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പലരും പോലീസിൽ പരാതി കൊടുത്താലും അതിന് വേണ്ട രീതിയിലുള്ള മറുപടിയോ കാര്യങ്ങളോ ലഭിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ കൂലിപ്പണിയും കാര്യങ്ങളും മെനക്കെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ട അവസ്ഥ വരുന്നു. അതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാതെ പലരും പിന്മാറി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് ചുറ്റുവട്ടത്ത് ഇങ്ങനെ ഇപ്പോൾ 1 മാസം ഇടവിട്ടായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മേഖല ജനങ്ങൾ, ഈ പശു വളർത്തൽ ക്ഷീരമേഖലയിലെ കർഷകരെ ഇത് ബാധിക്കുമ്പോൾ അവർ ഈ മേഖല വിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പലരും പശു വളർത്തൽ തന്നെ വേണ്ടെന്ന് വെക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം കർഷകരുടെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ടെന്നും അന്വേഷണം നടന്നുവരികയാണെന്നും മോഷ്ടാക്കൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു. UTV ന്യൂസ്, പാലക്കാട്.